വഴിയിൽ ഒരുപാട് ആനപ്പിണ്ടങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആനപ്പിണ്ടത്തിന് ക്ഷാമൊന്നുമില്ല. അവിടെ കുറച്ചപ്പുറത്ത് അങ്ങനെ ഇറങ്ങി വരുന്നൊരു ഭാഗം കാണായിരുന്നു. അധികമൊക്കെ ആന ഇറങ്ങി വരുന്നുണ്ട്. ഇഴുകി പതുക്കെ ഇറങ്ങും. എന്താ റോഡ് മോശമായില്ലേ പെട്ടെന്ന് തന്നെ. ഓഫ് റോഡ് ടു ഓഫ് റോഡ്. റോഡിൽ നിന്ന് ഓഫ് റോഡിലേക്ക് മാറിയിരിക്കുകയാണ്. അമ്മയ്ക്കാട് ഒരു 50 മീറ്റർ ഓഫ് റോഡ് ഉള്ളൂ. രക്ഷപ്പെട്ടു. നമ്മളിപ്പോൾ ഏകദേശം 150 കിലോമീറ്ററോളം വന്നു കേട്ടോ. റോഡ് സൂപ്പർ റോഡ്. ഓ മൈ ഗോഡ്. വലിയ വണ്ടികൾ പോകുമ്പോൾ ഒക്കെ ക്ലച്ച് കരിഞ്ഞ് വേണം. ക്ലച്ചിൻ്റെ മണം. ക്ലച്ചിൻ്റെ അല്ലേ അത്, ബ്രേക്കിൻ്റെ മണാട്ടത്. ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ആവാനുണ്ട്. ബ്രേക്ക് ആയിരിക്കില്ല, ഒരു ഡൗൺ ഹില്ലല്ലേ വരണേ. ബ്രേക്കാണല്ലോ കൂടുതൽ. നന്ദി വീണ്ടും വരിക. അപ്പോൾ അതിവിടെ കേരളം അവസാനിച്ചിരിക്കുകയാണ്. കേരളം അവസാനിച്ചു. ഇതെന്ത് പറ്റി? വണ്ടിയൊക്കെ കരിഞ്ഞു പോയല്ലോ. കുറേ കാലമായി. ഓ എന്തുറ്റ മരം, സീന് മരം. ചെവി എന്തായി? ചെവി അടഞ്ഞു തുടങ്ങി. നാട് സ്റ്റേറ്റിലേക്ക് കയറി തോന്നല്ല, കയറി തമിഴ്നാട് സ്റ്റേറ്റിലേക്ക്. ടുഗാണി ജംഗിൾ ഇക്കോ ടൂറിസം. കൂടല്ലൂർ ലെഫ്റ്റ്. ഞാൻ പോയേക്കാം. ഗുരുവായൂർ. പെട്രോൾ നെഹി. ഇപ്പോൾ ഗൂഡല്ലൂർ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു, റൈറ്റ് തിരിഞ്ഞു. ഗൂഡല്ലൂർ ബത്തേരി റോട്ടിൽ കൂടെ മൈസൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 3 മണിക്കൂറൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ സമയം 11:17. 11 മണി, 12 മണി, 11:15, 12:15, 1:15. 1:15 ആവും അവിടെ എത്തുമ്പോൾ. റോഡ് കുഴപ്പമില്ല, സീനില്ല. പെട്രോൾ അടിക്കുന്നപ്പോഴേ പെട്രോൾ പമ്പിൽ പെട്രോളില്ല. നമുക്ക് റിസർവ് അല്ല. എന്ത് കുഴപ്പമുണ്ടാകും ചോദിക്കുന്നു. റിസർവ് ആണോ? പെട്രോൾ അടിച്ചിട്ട് തിരിക്കാത്തതാണെന്ന് നമുക്ക് വിചാരിക്കാം. മൂഞ്ചലാവോ? പെട്രോൾ പിന്നെ വേറെ ഉണ്ടാവോ? സീനായില്ല.
തേയിലത്തോട്ടങ്ങൾ. BP പെട്രോൾ ഉണ്ട്, അതുകൊണ്ട് ഒരു 100 അടിച്ചു. 102 രൂപയാണ് ഇവിടെ. 102, 4 രൂപയോളം കുറവ്. ഇനിയും 112 കിലോമീറ്റർ ഉണ്ട്. നമ്മളൊരു ആവറേജ് 50 സ്പീഡിലൊക്കെയാണ് പോകുന്നത്. കല്യാണമാ കല്യാണം. നമുക്കൊരു ലെഫ്റ്റ് വരുന്നുണ്ടല്ലോ. വീണ്ടും മയിൽക്കുഴി. അവിടെ നിന്ന് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബസ് സ്റ്റോപ്പാണ്. കൂടല്ലൂർ ബസ് സ്റ്റോപ്പായിരിക്കാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാട്ടിക്കോട തന്നെയാണ്. 2 സൈഡും നല്ല സൂപ്പർ കാട്. റോഡിനിടയ്ക്കിടയ്ക്ക് ഒരു കുഴികളുണ്ട് കേട്ടോ, വലതറിഞ്ഞ കുഴികൾ. ഇനി 102 കിലോമീറ്ററാണ്. കിലോയിലോ കറക്റ്റ് മുന്നോട്ട് 112. മാപ്പ് നമ്മളെ പറ്റിച്ചു എന്ന് വിചാരിച്ചു. വീണ്ടും നമ്മളൊരു സിറ്റി എത്തി. ഇതേതാണ് സ്ഥലം? എല്ലാവരും തമിഴിലാണ്. തമിഴിൽ പിന്നല്ല, തമിഴിലായിരിക്കും. തോറപ്പള്ളി എന്ന് പറഞ്ഞ ടൗണിലാണ്. അവിടെ എന്തോ ചെക്ക് പോസ്റ്റ് ആണല്ലോ. ഓ, ക്യൂ ആണോ? മുതലമട ടൈഗർ റിസർവ്. രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്ററും ചെയ്യണ്ട. കോഴി കാട്ടുകോഴി. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ബന്ദിപ്പൂരല്ല, മുതലമട ടൈഗർ റിസർവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണൂ സുഹൃത്തുക്കളെ, മുതലമട ടൈഗർ റിസർവ്. ടൈഗറിനൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ല, സൂപ്പർ സ്ഥലമാണ്. ഒരുപാട് ഫോട്ടോയ്ക്ക് എടുക്കാം. ബസ്സുണ്ട്. അവിടെ രജിസ്ട്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ചെറുപ്പല്ല രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. നത്തിങ്.
സ്ഥലമാണ്. ഹമ്പുകളുടെ ചാകര, ഹമ്പുകളുടെ ചാകര. എന്തുറ്റക്കാട്, നല്ല നല്ല മരങ്ങൾ. മൊത്തം ഹമ്പാണ് സുഹൃത്തുക്കളെ, എവിടെ നോക്കിയാലും ഹമ്പ്. മുതലമട ടൈഗർ റിസർവ്. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ മുതലമട ടൈഗർ റിസർവ്. മുതലമട ടൈഗർ റിസർവ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ റോഡ്, നല്ല വെതർ, ഭൂമി സൂക്ഷിക്കാരനെ കൂടുതൽ ഹമ്പുകളുണ്ട്, ഹമ്പുകൾ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. സൂപ്പർ സ്ഥലം, നൈസ് റൈഡ്. സൂപ്പർ ബൈക്ക് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് വരാം. നമുക്കിനി 98 കിലോമീറ്ററും കൂടി പോകാണ്ട്, 98 കിലോമീറ്ററും കൂടി. ഇപ്പം ഇത്ര നേരമായിട്ട് നമ്മളൊരു ആനേനെ കണ്ടു, 3 പുള്ളിമാനെ കണ്ടു. പുള്ളിമാൻ ഫാമിലി ആയിരുന്നു പോണേ. എത്ര മണിയായി? 12 മണി.